ബാങ്കിങ് സെക്ടറിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിത്ത് റെഫറൻസ് ടു ദ റൂൾ ഓർ റൂൾസ് ഇമ്പോസ്ഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ while treating foreign banks, consider the following statements. There is no minimum capital requirement for wholly owned banking subsidiaries in India. For wholly owned banking subsidiaries in India, at least 50% of the board members should be Indian nationals. ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഫാക്ച്വൽ ആണ്, പക്ഷെ നമുക്ക് ഫോറിൻ ബാങ്ക്സിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കും, ദർ ഈസ് നോ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫോർ ഹോളി ഓൺഡ് ബാങ്കിങ് സബ്സിഡറീസ് ഇൻ ഇന്ത്യ. അതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. പലപ്പോഴും നമുക്കറിയാം എക്കണോമിക് ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു എക്കണോമിക് സിസ്റ്റത്തിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താനും അല്ലെങ്കിൽ അതിനെ ഇൻടാക്റ്റ് ആയിട്ട് നിർത്താനും ബാങ്കിങ് സെക്ടറിനെ സ്റ്റെബിലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ക്യാപ് അറേഞ്ച്മെന്റ്സ് കൊണ്ടുവരാറുണ്ട്. എസ്പെഷ്യലി ഫോറിൻ ബാങ്ക്സുകൾ ആയതുകൊണ്ട് തന്നെ എക്കണോമിക്കിനെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ എക്കണോമി സ്റ്റേബിൾ ആണ് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദർ ഇസ് നോ മിനിമം ക്യാപിറ്റൽ റിക്വയർമെന്റ് ഫോർ ഹോളി ബാൻഡ് ബാങ്കിങ് സബ്സിഡറീസ് ഇന്ത്യ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം RBIയുടെ കണക്ക് പ്രകാരം 500 crore ഒരു ക്യാപിറ്റൽ റിക്വയർമെന്റ് അവിടെ വരുന്നുണ്ട്. ഫോറിൻ ബാങ്ക്സിന്റെ ഇന്ത്യൻ സബ്സിഡറി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് 500 crore ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഫോർ ഹോളി ഓൺഡ് ബാങ്കിങ് സബ്സിഡറീസ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദി ബാങ്കിങ് മെമ്പേഴ്സ് ഷുഡ് ബി ഇന്ത്യൻ നാഷണൽസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമുക്ക് 50% ആണോ എന്താണ് എന്നുള്ളത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആണ്. പക്ഷേ കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പബ്ലിക്കിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ സെക്യൂരിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 50% ബോർഡ് മെമ്പേഴ്സ് ഇന്ത്യൻ നാഷണൽസ് ആയിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ലോജിക്കലായിട്ട് വരാം. കാരണം നമുക്ക് ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, റിസ്ക് എലമെൻ്റ് ഉണ്ട്, പക്ഷേ ഒരു എക്സ്ട്രീം എലമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് ലോജിക്കലി എത്താനുള്ള ഒരു പ്രൊവിഷൻ UPC അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓൾറെഡി എലിമിനേറ്റ് ചെയ്തു. സെക്കൻഡിലേക്ക് വരുമ്പം പബ്ലിക്കിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ പ്രൊട്ടക്ഷൻ ഒക്കെ അങ്ങനെ കൺസിഡർ ചെയ്ത് നമുക്ക് അതിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ റൈറ്റ് ആയിട്ട് എടുക്കാം. പക്ഷേ 50% എന്നുള്ളത് നമ്മൾ ഒരു ലോജിക്കലി എത്തി റിസ്ക് എടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ B 2 ആയിട്ട് വരും.